പ്രബുദ്ധ മലയാളികൾക്ക് നല്ലത് കണ്ടാൽ അംഗീകരിക്കാൻ കുറച്ചു മടിയാണ് എന്നതാണ് അനന്ത് അംബാനിയുടെ വൻതാര ഉദ്ഘാടനത്തിന് ശേഷം പുറത്തു വന്ന ചില വാർത്തകളും ട്രോളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അംബാനി കുടുംബത്തിലെ ആഡംബരപൂർണമായ കല്യാണം നടന്നപ്പോൾ ഞാൻ അടങ്ങുന്ന പ്രബുദ്ധ മലയാളികൾക്ക് 100 നാവായിരുന്നു ആ കല്യാണത്തെ വിമർശിക്കാൻ. അന്നവർ ചെയ്ത ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് വാർത്ത സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ നല്ല പ്രവൃത്തിയെ വാഴ്ത്തിപ്പാടാൻ ആരും നാവ് പൊന്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ആ വിവാഹ ചടങ്ങിൽ ആർഭാടം അനാവശ്യമെന്ന് പുലമ്പിയ പ്രബുദ്ധ ബുദ്ധിജീവി തലച്ചോറുകൾ പക്ഷേ വൻതാരയിൽ സംരക്ഷിക്കുന്ന മൃഗങ്ങൾക്കായി ചിലവഴിക്കുന്ന ദശകോടികളുടെ അത്യാധുനിക വെറ്റിനറി ആശുപത്രിയും ആനപരിചരണ കേന്ദ്രവും ചികിത്സാ രീതികളും ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം മനുഷ്യനാവണം എന്ന് പാടി പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പായുന്നു. അവിടെ താൻ മൃഗങ്ങളിലും ദൈവത്തെ കാണുന്നുവെന്ന് ഒരു മനുഷ്യൻ കർമ്മം കൊണ്ട് തെളിയിക്കുന്നു. സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്ന് ലോകം മുഴുവൻ അനന്ത് അംബാനി എന്ന യുവാവിന് കൈയടിക്കുന്നത് അദ്ദേഹം ലോകത്തിലെ തന്നെ അതിധനികരിൽ ഒരാളായ മൾട്ടി മില്യണർ ബിഗ് ഷോട്ടിന്റെ മകനായത് കൊണ്ടോ അദ്ദേഹം പടുത്തുയർത്തിയ വ്യവസായശാലകളുടെ സംരംഭങ്ങളുടെ എണ്ണം കണ്ടിട്ടോ അല്ല, മറിച്ച് വൻതാര അഥവാ വനനക്ഷത്രം എന്ന പേരിൽ ഈ ഭൂമിയിലെ പക്ഷി മൃഗാദികൾക്ക് വേണ്ടി സൃഷ്ടിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ അത് ലോകത്തിന് നൽകുന്ന മഹത്തായ ഒരു സന്ദേശത്തിന്റെ പേരിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഒന്നാണ് ഗുജറാത്ത് ജാംനഗറിൽ ഉള്ള വൻതാര. 2000-ലധികം സ്പീഷീസുകളുടെയും വംശനാശ ഭീഷണി നേരിടുന്ന 1.5 ലക്ഷത്തിലധികം മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് വൻതാര. റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിൽ 3000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വൻതാര ഇന്ത്യയിലും വിദേശത്തും പരിക്കേൽക്കുകയും വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി ഒരുക്കിയെടുത്തത് അനന്ത് അംബാനിയാണ്. മുകേഷ് അംബാനി എന്ന വ്യവസായ ടൈക്കൂൺ ജാംനഗർ എന്ന മരുഭൂമി കണക്കെയുള്ള ഒരു പ്രദേശം മുഴുവൻ ദത്തെടുത്ത് ആധുനിക നഗരമാക്കി മാറ്റി. ഒപ്പം ലോകത്തിലെ 2ാമത്തെ റിഫൈനറി ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഇളയ മകൻ ജാംനഗർ എന്ന നഗരത്തിൽ ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ റെസ്ക്യൂ സെന്ററായ വൻതാര പണിതു. അത് കുടുംബ ബിസിനസ് വഴി ഉണ്ടാക്കിയ വെൽത്തിന്റെ ഷെയറിംഗ് കൊണ്ടാണ്. അതായത് കച്ചവടത്തിൽ നിന്നും ലഭിച്ച കോടികൾ എടുത്ത് ഒരു വനപ്രദേശം ഉണ്ടാക്കി അവിടെ ലോകത്തിലെ സർവ്വ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവികൾക്കും സസുഖം ജീവിക്കാൻ വേണ്ടിയുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു എന്ന്. എന്തിലും ഏതിലും കുറ്റം മാത്രം കാണുന്ന മല്ലു മൈൻഡ് സെറ്റ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ടീമുകൾ അംബാനിയെ കുറ്റം പറയാത്ത ഒരു ദിനം പോലുമില്ല. അംബാനി രാജ്യം മൊത്തം വിലക്കെടുത്തേ എന്ന മുറവിളി കൂട്ടാത്ത ഒരു ദിവസമില്ല. അനന്ത് അംബാനിയുടെ വിവാഹത്തിന് കോടികൾ പൊടിച്ചേ എന്നായിരുന്നു ഇവിടെ നിലവിളി. ഒപ്പാരി കേട്ടാൽ തോന്നും അംബാനി ഇവരുടെയൊക്കെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അടിച്ചു മാറ്റി മോന്റെ കല്യാണം കഴിപ്പിച്ചു എന്ന്. അന്ന് കുറ്റം പറഞ്ഞ, കല്യാണം കണ്ട് കുന്നായ്മ മാത്രം പൊൽപ്പിച്ച് പറഞ്ഞോണ്ടിരുന്ന ആരെയും ഒരെണ്ണം വന്ന് വൻതാര പ്രൊജക്ട് എന്താണെന്നോ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നോ ഒരു വാക്കെങ്കിലും പറഞ്ഞോ? മുകേഷ് അംബാനി എന്ന ഏകദേശം $120 ബില്യൺ നെറ്റ്വർത്ത് ഉള്ള ഇന്ത്യയിലെ നമ്പർ 1 വ്യവസായി ഏതാണ്ട് 50 ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കാനുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മനുഷ്യന്റെ അങ്ങേരുടെ സ്വത്തിന്റെ അതും ബിസിനസ് ചെയ്തുണ്ടാക്കിയ സമ്പത്തിന്റെ ചെറിയൊരു ശതമാനം കൊണ്ട് ഇളയ മകന്റെ വിവാഹം നടത്തിയപ്പോൾ അതിൽ പൊടിച്ച കോടികൾ കണ്ട് മല്ലൂസ് ഇവിടെ ആ മകൻ ഭൂമിയിലെ സർവ്വ പക്ഷി മൃഗാദികളെയും സംരക്ഷിക്കാൻ വേണ്ടി പടുത്തുയർത്തിയ മെഗാ പ്രൊജക്ടിന് വേണ്ടി ചിലവഴിച്ച ദശലക്ഷങ്ങൾ കോടികൾ കണ്ടതേയില്ല. നിത അംബാനിയുടെ വൈരക്കല്ല് മാല കാണുമ്പോൾ മാത്രം കേരളാവിലെ പാവങ്ങളെ ഓർക്കുന്ന ഐസക്യൻ ധനതത്വ പ്രത്യാശാസ്ത്ര കയ്യടിക്കാർ ഇന്നലെ ജാംനഗറിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കണ്ടതേയില്ല. ആനന്ത് അംബാനിയുടെ വിവാഹ മാമാങ്കം കണ്ടയുടൻ തന്നെ ധാർമ്മിക ബോധം ഉയർന്ന മല്ലു പുക ടീമുകൾ ആക്രമണത്തിന് ഇരയായ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന 1 ലക്ഷത്തിലധികം മൃഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന വൻതാര കണ്ടിട്ടില്ല. ആ വിവാഹ പകിട്ടിലെ ആഡംബരം അനാവശ്യമെന്ന് പുലമ്പിയ പ്രബുദ്ധ ബുദ്ധിജീവി തലച്ചോറുകൾ പക്ഷേ വൻതാരയിൽ സംരക്ഷിക്കുന്ന മൃഗങ്ങൾക്കായി ചിലവഴിക്കുന്ന ദശകോടികളുടെ അത്യാധുനിക വെറ്റിനറി ആശുപത്രിയും ആനപരിചരണ കേന്ദ്രവും ചികിത്സാ രീതികളും ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇവിടെ നാഴികയ്ക്ക് 40 വട്ടം മനുഷ്യനാവണം എന്ന്
പാടി പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പായുന്നു. അവിടെ താൻ മൃഗങ്ങളിലും ദൈവത്തെ കാണുന്നു എന്നൊരു മനുഷ്യൻ കർമ്മം കൊണ്ട് തെളിയിക്കുന്നു. അപ്പോൾ എങ്ങനാ ബൂർഷ അദാനി മുർദാബാദ്, ബൂർഷ നെപ്പോക്കിഡ്, ആനന്ദ് മുർദാബാദ് വിളികൾ ആസൂത്രിതം തുടരട്ടെ അല്ലേ? അതും അംബാനിയുടെ സ്വന്തം ബ്രോഡ്ബാൻഡ് വഴി ആവുമ്പോൾ അതും ഒരു സുഖമല്ലേ? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.